നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. തീവ്ര ഹിന്ദുത്വ നിലപാട് ഉയർത്തി സംസ്ഥാനത്ത് പ്രചാരണം നടത്താൻ BJP സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ തീരുമാനമായി. ഭൂരിപക്ഷം സംസ്ഥാനത്ത് ന്യൂനപക്ഷമായി മാറിയെന്നും ഇങ്ങനെ പോയാൽ കാൽ നൂറ്റാണ്ടിനുള്ളിൽ കേരളം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറുമെന്നും BJP പ്രമേയത്തിലൂടെ ആശങ്ക പ്രകടിപ്പിച്ചു. ബംഗ്ലാദേശി മുസ്ലിങ്ങൾ കേരളത്തിലേക്ക് നടത്തുന്ന കുടിയേറ്റം അപകടകരമാണെന്നും BJP വിലയിരുത്തി. ഹിന്ദു സമൂഹം പുറന്തള്ളപ്പെടുന്നതായും മുസ്ലിങ്ങൾ സംസ്ഥാനത്ത് ഭൂരിപക്ഷമായി മാറുന്ന സാഹചര്യം നിലനിൽക്കുന്നതായും വിശദീകരിച്ചുകൊണ്ടുള്ള തീവ്ര ഹിന്ദുത്വ പ്രചരണം നടത്താനാണ് BJP തീരുമാനം. കേരളത്തിൻ്റെ ജനസംഖ്യയിൽ ന്യൂനപക്ഷം എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾ ഭൂരിപക്ഷം ന്യൂനപക്ഷമായും മാറിക്കഴിഞ്ഞു എന്നുള്ള വിചിത്രമായ യാഥാർത്ഥ്യമാണ്. ജനവിഭാഗങ്ങളിലെ ജനനനിരക്കിലെ വൻ വർധനവും തലമുറ മാറ്റത്തിലെ വേഗതയുമാണ് ജനസംഖ്യ വർദ്ധിക്കാൻ കാരണമെന്നുള്ളതും ക്രിസ്ത്യൻ വിഭാഗങ്ങളിലേക്കുള്ള വൻതോതിലുള്ള മതം മാറ്റവും ആണ് ജനസംഖ്യാ വർധനവിന് കാരണമാണ് എന്നുള്ളതുമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ ബംഗ്ലാദേശി മുസ്ലിങ്ങൾ സംസ്ഥാനത്തേക്ക് കുടിയേറുന്നതായുള്ള ആരോപണവും BJP ഉയർത്തും. അപായകരമായിട്ടുള്ള മറ്റൊരു വസ്തുത വൻതോതിൽ കേരളത്തിലേക്ക് കുടിയേറുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ബംഗ്ലാദേശി മുസ്ലിം സാന്നിധ്യമാണ്. പെരുമ്പാവൂരിലും പരിസര പ്രദേശങ്ങളിലും UDF-ഉം LDF-ഉം അത്തരക്കാരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു എന്നുള്ളത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ചിങ്ങം 1 മുതൽ BJP സംസ്ഥാനമൊട്ടാകെ കേരളത്തിന്റെ രക്ഷയ്ക്ക് കേരളത്തനിമ വീണ്ടെടുക്കാനെന്ന മുദ്രാവാക്യമുയർത്തി ക്യാമ്പയിനും സംഘടിപ്പിക്കും. വരാനിരിക്കുന്നത് LDF-ന്റെ അന്ത്യമാണെന്നും BJP ഭാരവാഹി യോഗം വിലയിരുത്തി. കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗത്തെ NDAയിൽ ഉൾപ്പെടുത്താനും ധാരണയായി. റിപ്പോർട്ടർ, കോഴിക്കോട്. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. മുസ്ലിം ലീഗ് നേതാവ് ശ്രീ KNA ഖാദർ MLA, ശ്രീ PC തോമസ്, BJP വക്താവ് ശ്രീ VV രാജേഷ് എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ VV രാജേഷ്, കേരളത്തിലേക്ക് ഇസ്ലാം മതം കടന്നു വരുന്നത് കൊടുങ്ങല്ലൂരിലടക്കം രാജാക്കന്മാരുടെ അന്നത്തെ ഹിന്ദുമതത്തിൽപ്പെട്ടവരുടെ എല്ലാം വലിയ രീതിയിലുള്ള പിന്തുണയോടുകൂടിയായിരുന്നു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും കേരളത്തിൽ ഒരുപോലെ സഹോദരന്മാരായി ജീവിച്ചു. അങ്ങനെ ഇരിക്കെ ഹിന്ദു സമുദായാംഗങ്ങളുടെ എണ്ണക്കുറവ് എങ്ങനെയാണ് കേരളത്തനിമ നഷ്ടമാക്കുന്നത്? കേരളത്തനിമ ഹിന്ദുക്കളുടെ എണ്ണവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? BJP ഇന്ന് സംസ്ഥാന ഭാരവാഹിയോഗം ഞങ്ങൾ ചർച്ച ചെയ്തത് ഭരണത്തിന്റെ തണലിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം സൃഷ്ടിക്കുവാനുള്ള ഒരു ശ്രമത്തിനിടയിൽ കേരളത്തിന്റെ സ്വത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. ഞങ്ങൾ പ്രധാനമായി ഫോക്കസ് ചെയ്തത് ബംഗ്ലാദേശിൽ നിന്നുള്ള എലമെന്റ്സ് കേരളത്തിൽ കടക്കുന്നു, അവർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു. പെരുമ്പാവൂരും ആലുവയും പോലുള്ള സ്ഥലങ്ങളിലെ അവിടെയുള്ള പരമ്പരാഗത മുസ്ലിം സമുദായക്കാർക്ക് പോലും കഴിഞ്ഞ ഈദിന്റെ സമയത്ത് നിസ്കരിക്കുവാൻ വേണ്ടി പ്രവേശിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ തണലിൽ ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയവും പ്രീണന രാഷ്ട്രീയവും, ഇതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. അതുപോലെ തന്നെ മതേതരത്വം ഇത്രയും കാലം പറഞ്ഞിട്ടും ഇവിടത്തെ ഹിന്ദു ഭൂരിപക്ഷ ജനവിഭാഗത്തെ സംരക്ഷിക്കുവാനോ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുവാനോ LDF-നും UDF-നും സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ അരുവിക്കര തെരഞ്ഞെടുപ്പിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത് കേരളത്തിലെ ജനങ്ങളോട് ഊന്നിപ്പറഞ്ഞുകൊണ്ട് നാളെ മറ്റൊരു ജമ്മു കാശ്മീർ ആകാതിരിക്കുവാൻ, കേരളത്തിലെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുവാൻ ഇവിടെ ഈ വിഷയം ശക്തമായ പ്രചരണത്തിൽ ഉന്നയിക്കുവാൻ വേണ്ടിയാണ് BJP ആഗ്രഹിച്ചിരിക്കുന്നത്. ഇവിടെ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹൈന്ദവ സംസ്കാരത്തിന്റെ വിശാല മനസ്കതയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് പോലും വിദേശ രാജ്യങ്ങളിൽ വന്ന വൈദേശിക മതങ്ങളെയും വൈദേശിക കച്ചവടക്കാരെയും പരവതാനി വിരിച്ച് സ്വീകരിച്ച സംസ്കാരമായിരുന്നു ഇവിടെ. പക്ഷേ മുസ്ലിം ലീഗിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ പിടിമുറുക്കിയപ്പോൾ ഹൈന്ദവ ജനവിഭാഗം അന്യം നിൽക്കുന്നു. പാവപ്പെട്ട പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ഈഴവ സമുദായക്കാരനും 150 രൂപ സ്റ്റൈഫൻഡ് കിട്ടുമ്പോൾ 1500 2000 രൂപ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർക്ക് വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനെതിരെ ശബ്ദിക്കണ്ടേ? അവർക്ക് വേണ്ടി സംസാരിക്കണ്ടേ? അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പിന്നാലെ നടക്കുമ്പോഴേക്കും മാർജിനലൈസ് ചെയ്യപ്പെടുന്നത് ഇവിടുത്തെ പാവപ്പെട്ട പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ഇവിടുത്തെ പിന്നോക്ക സാമ്പത്തികം നിൽക്കുന്ന നായരും ഇവിടുത്തെ ഈഴവരുമാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആളുണ്ടാവണം. അത് മതേതരത്വത്തിന്റെ ഭാഷയിലായിരിക്കണം. ആ ഭാഷ സംസാരിക്കുവാൻ വേണ്ടിയാണ് BJP തയ്യാറായിരിക്കുന്നത്. ഞങ്ങൾക്ക് വൻ ബഹുജന പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ശ്രീ KNA ഖാദർ,
ഇപ്പോൾ BJP ആണെങ്കിലും കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ പാർട്ടികളാണെങ്കിലും മുസ്ലിം ലീഗിനെയാണ് കേരളത്തിലെ ഇന്നത്തെ സാമുദായിക രാഷ്ട്രീയത്തിലെ പ്രധാന കുറ്റവാളിയായി കാണുന്നത്. മുസ്ലിം ലീഗിൻ്റെ പ്രീണനം, മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിലെ മറ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ വളർത്തുന്നു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർഡ് വിഭജനം നടത്തുന്നതിൽ വർഗീയ പക്ഷപാതിത്വം കാണിക്കുന്നു. അപ്പോൾ ലീഗ് നേതൃത്വം നൽകുന്ന ആ രാഷ്ട്രീയവും അതിനെതിരെ ഒരു ഭാഗത്ത് BJPയിൽ നിന്ന് മറുഭാഗത്ത് ഇടതുപക്ഷത്തു നിന്ന് വലിയ രീതിയിലുള്ള കടന്നാക്രമണം നടക്കുന്നു. എന്തുകൊണ്ട്? അത് എന്തുകൊണ്ടാണെന്ന് അവരോട് തന്നെ അന്വേഷിക്കുകയാണ് നല്ലത്. വാസ്തവത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഒരു മതേതര കക്ഷിയാണ്. അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. രാഷ്ട്രീയമായി മുസ്ലിം ന്യൂനപക്ഷത്തെയും പിന്നാക്ക ജനവിഭാഗത്തെയും സംഘടിപ്പിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട്. മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇന്ന് വരെ ഏതെങ്കിലും ഒരു വർഗീയ കലാപത്തിലോ വർഗീയമായ പ്രശ്നങ്ങളിലോ ഇടപെടുകയോ അതിൽ പ്രതിയാവുകയോ ചെയ്ത ചരിത്രം ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് വികസന രംഗത്തും പൊതു സമൂഹത്തിൻ്റെ താല്പര്യങ്ങളാണ് മുസ്ലിം ലീഗ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ റോഡ് നിർമ്മാണം, പാലങ്ങൾ ഉണ്ടാക്കുക, അതുപോലുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, തൊഴിൽ ലഭ്യമാക്കുക തുടങ്ങിയ പൊതുവായ ഭരണഘടനാനുസൃതമായിട്ടുള്ള നടപടികൾ മാത്രം സ്വീകരിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് തീവ്രവാദവും ഭീകരവാദവും മുസ്ലിങ്ങൾക്കിടയിലായാലും ഹൈന്ദവർക്കിടയിലായാലും ക്രൈസ്തവർക്കിടയിലായാലും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന ചിന്താഗതിയാണ് മുസ്ലിം ലീഗ് വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് വല്ലപ്പോഴും ഏതെങ്കിലും ഭീകരവാദത്തിൻ്റെ ശബ്ദം കേട്ടാൽ, തീവ്രവാദപരമായ മുദ്രാവാക്യങ്ങൾ ആരെങ്കിലും മുഴക്കിയാൽ അതിനെ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്നതും മുസ്ലിം സമുദായത്തെ ഭാരതത്തിൻ്റെ പൊതുധാരയിൽ കൊണ്ടുവരാൻ വേണ്ടി തീവ്രമായി പരിശ്രമിക്കുന്നതും മുസ്ലിം ലീഗാണ്. വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്ത് മതേതരത്വവും മതസൗഹാർദ്ദവും നിലനിർത്തുവാനും ഹിന്ദു മുസ്ലിം ക്രൈസ്തവ ഐക്യം നിലനിർത്തുവാനും മുസ്ലിം ലീഗിൻ്റെ സഹായമാണ് തേടേണ്ടത്. മുസ്ലിം ലീഗ് അതിന് സഹായിക്കുന്ന ഒരു കക്ഷിയാണ്. നേരെ മറിച്ച് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ഒരു രാഷ്ട്രീയ ശക്തി ആയതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയും ഇടതുപക്ഷവും മുസ്ലിം ലീഗിനെ എതിർക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പ്രകാശ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത വളരെ രസകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കേരളത്തിൽ ഉദയം ചെയ്തിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രവചനം എന്ന നിലയിൽ എനിക്ക് പറയാൻ തോന്നുന്നത്, കുറച്ച് വർഷങ്ങൾ കൂടി ഇവിടെ കഴിഞ്ഞാൽ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെ മാതൃകയിൽ ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ നിലനിൽക്കുക. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇല്ലാതാവുകയും ഇടതുപക്ഷ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും എന്ന വിഭജനത്തിനു പകരം ഐക്യജനാധിപത്യ മുന്നണിയും NDA സഖ്യവും എന്ന മട്ടിൽ കേരളത്തിലെ കാര്യങ്ങൾ മാറുകയും ചെയ്യാനുള്ള സാധ്യത വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം BJP ഉയർത്തുന്ന അതേ മുദ്രാവാക്യങ്ങൾ തന്നെ ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നിർഭാഗ്യകരമായ, മാർക്സ് പോലും ഒരിക്കലും വിഭാവനം ചെയ്തിട്ടില്ലാത്ത മട്ടിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അന്ത്യം കുറിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് മതന്യൂനപക്ഷങ്ങളോ ഭൂരിപക്ഷമോ തങ്ങളുടെ കൂടെ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ആരും പ്രീണിപ്പിച്ചതായിട്ട് പറയാൻ സാധിക്കില്ല. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിലും മറ്റും പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ, വസ്തുനിഷ്ഠമായി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ ദളിതുകളെക്കാൾ പുറകിലാണ് മുസൽമാന്മാർ ജീവിക്കുന്നത്. രാഷ്ട്രീയ ശക്തിയായി മുസൽമാന്മാർ പ്രവർത്തിക്കുന്ന കേരളത്തിൽ മാത്രമാണ് അല്പസ്വല്പമെങ്കിലും ഭേദപ്പെട്ട ഒരു ജീവിതം മുസൽമാന്മാർക്ക് ഉണ്ടായിട്ടുള്ളത്. ബാക്കി സ്ഥലങ്ങളിലേക്കാൾ വളരെ മോശമാണ് എന്ന് സച്ചാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. ശ്രീ വി രാജേഷ്, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരു രീതിയിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഭൂമി ലഭിക്കുകയോ വലിയ രീതിയിൽ, അതല്ലെങ്കിൽ അവർ സമ്പത്ത് സമാഹരിച്ചതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് താങ്കൾ പറഞ്ഞതുപോലെ രണ്ട് മുന്നണികളുടെയും ഭാഗത്ത് നിന്ന് മാറി മാറി ഭരിച്ചപ്പോൾ കിട്ടിയ സഹായത്തിനും അപ്പുറം അവർ വിദേശ രാജ്യങ്ങളിൽ പോയി, ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് അധ്വാനിച്ച് അവർ പൈസ ഉണ്ടാക്കി, അവർ ഭൂമി മേടിക്കുകയും അവർ വ്യവസായങ്ങൾ ആരംഭിക്കുകയും കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങുകയും ചെയ്തു. അവർ അവരുടെ കുട്ടികളെ നല്ല വിദ്യാഭ്യാസം ചെയ്യുന്നു, അവർ കൂടുതൽ നല്ല രീതിയിൽ കരുതലോടുകൂടി പ്രവർത്തിക്കുന്നു. അത് കണ്ടുകൊണ്ട്
മുസ്ലിം സമുദായമാണ് മുഖ്യശത്രു എന്ന പ്രചാരണം നടത്തിക്കൊണ്ട്, മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്നു എന്ന പ്രചാരണം നടത്തിക്കൊണ്ട്, മുസ്ലിങ്ങളുടെ എണ്ണം കൂടിയാൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടിയാൽ അത് കേരള തനിമ നഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീവ്ര ഹിന്ദുത്വ പ്രചാരണം അത് നിങ്ങൾ ആരംഭിച്ചാൽ അത് കേരളത്തിൽ എത്രത്തോളം വിലപ്പോവും? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ വരെ ഇല്ലാതിരുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു പ്രചാരണത്തിന് BJP തയ്യാറെടുക്കുന്നതിന് പിന്നിൽ? അല്ല, മുസ്ലിങ്ങളാണ് പ്രധാന ശത്രു എന്നുള്ള വാക്ക് താങ്കളുടെ സംഭാവനയാണ്. ഞങ്ങളുടെ ഒരു മീറ്റിംഗിലും അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ചർച്ച ചെയ്യുന്ന പാർട്ടിയുമല്ല ഞങ്ങളുടെ പാർട്ടി. ഞങ്ങൾ പറയുന്നത് ബംഗ്ലാദേശി മുസ്ലിങ്ങൾ കേരളത്തിൽ തുഴഞ്ഞു കയറി അവർ ജോലിക്ക് വന്നാൽ ജോലി ചെയ്തിട്ട് പണവും വാങ്ങിച്ചുകൊണ്ട് പോകണം. അവരിവിടുത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുകൊണ്ട് മുസ്ലിം ലീഗിനെ ചോദനിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുകൊണ്ട് ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഓരോ പഞ്ചായത്തിലും അവർ ഭൂരിപക്ഷമാകുമ്പോൾ കേരള തനിമ നഷ്ടപ്പെടുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിലപ്പുറം അതിനെങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നത്? കേരള തനിമ നഷ്ടപ്പെടുന്നു. ബംഗ്ലാദേശിന്റെ സംസ്കാരം പെരുമ്പാവൂരും ആലുവയും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വരുന്നു. ഇവരെ വോട്ട് ചേർക്കാൻ പെരുമ്പാവൂരും ആലുവയും അല്ലല്ലോ കേരളം. പെരുമ്പാവൂർ, ആലുവ അല്ലെങ്കിൽ മൂവാറ്റുപുഴ എന്നൊക്കെ പറയുന്നത് ചെറിയ പ്രദേശങ്ങളാണ്. അവിടെ കുറച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ വരട്ടെ, അല്ലെങ്കിൽ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കട്ടെ, അത് നീക്കം ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ നിങ്ങളുടെ മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് 56% നിന്ന് ഭൂരിപക്ഷ സമുദായം 48-ലേക്ക് എത്തി, അല്ലെങ്കിൽ 46-ലേക്ക് എത്തി. അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായം 52% മാറി. ഈ കണക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. അതെ, തീർച്ചയായും തന്നെ സ്വാഭാവികമായും ജനസംഖ്യ വർദ്ധിക്കുന്നതും 18 വയസ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ വിവാഹം കഴിച്ച് അനുചിന്തമായ ജനസംഖ്യ പെരുകിക്കൊണ്ട് എണ്ണത്തിൽ കൂട്ടി ജനാധിപത്യ പ്രക്രിയയെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് രണ്ടായിട്ട് കാണണം. താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ജനാധിപത്യത്തിൽ ജനസംഖ്യ കൂട്ടിക്കൊണ്ട് ജനാധിപത്യ അധികാരം പിടിച്ചെടുക്കാൻ പോകുന്നതിനെ ആ രീതിയിൽ തന്നെ കാണണം. അതിന് മുസ്ലിം ലീഗിന്റെ പിന്തുണയുണ്ട്. മറ്റൊന്ന് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഇടതുപക്ഷത്തിന്റെ കാര്യം. താങ്കൾ ചോദിച്ചു ഇന്ന് എന്തുകൊണ്ടാണ് ഞങ്ങളെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നല്ല, മലപ്പുറം ജില്ല രൂപീകരണ സമയത്ത് മുസ്ലിം പ്രാമുഖ്യ ജില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ല രൂപീകരിച്ച സമയത്ത് കേരളത്തിൽ ഇത് വരാൻ പോകുന്ന അപകടത്തിന്റെ തുടക്കമാണ് എന്ന് പറഞ്ഞത് അന്നത്തെ ജനസംഘമാണ്. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും അന്ന് കോൺഗ്രസും അന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഉള്ളവർ ശക്തമായി ഞങ്ങളെ എതിർത്തു. അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെ ഉള്ളവർ കേരളത്തിൽ വന്ന് സമരം ചെയ്തിട്ടുണ്ട്. അന്ന് എന്താണോ BJP പറഞ്ഞത്, അന്ന് എന്താണോ ജനസംഘം പറഞ്ഞത്, അക്കാര്യങ്ങളാണ് ഇന്ന് LDF പറയാൻ നിർബന്ധിക്കപ്പെടുന്നത്. എന്തുകൊണ്ട്? ഇന്നത് പറഞ്ഞില്ലെങ്കിൽ അവരുടെ പോലും നിലനിൽപ്പ് അപകടത്തിലാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്തുകൊണ്ടെന്ന് പറയാൻ സാധിക്കുന്നു. ഇന്ന് എന്തുകൊണ്ട് ഇവിടെ മതേതരത്വം നിലനിൽക്കുന്നു? കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഒരു അധികാരത്തിന്റെയും പിൻബലമില്ലാതെ BJPയും ജനസംഘവും RSSഉം ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളും കേരളത്തിൽ ഈ തനിമ നിലനിർത്തുവാൻ വേണ്ടി അങ്ങേയറ്റം അധ്വാനിച്ചതിന്റെ ഫലമായിട്ടാണ് 48% ഹിന്ദു ജനസംഖ്യ ഇവിടെ നിലനിൽക്കുന്നത്. ഈ ഹിന്ദു ജനസംഖ്യയുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിന്റെ അവസ്ഥയായി മാറും കേരളം. രണ്ട് കാര്യങ്ങളാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് BJPക്ക് 7.5 ലക്ഷത്തോളം വോട്ടുകൾ വർദ്ധിച്ചു. അതിൽ വലിയ ചോർച്ചയുണ്ടായത് ഇടതുപക്ഷത്തിനാണ്. അരുവിക്കരയിലും ഇന്നവർ അങ്ങനെ തന്നെ വിലയിരുത്തിയിരിക്കുന്നു, BJPയിലേക്ക് വോട്ട് ചോർന്നു എന്ന്. കാനം രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ നടത്തി. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് BJP ഇപ്പോൾ കേരള തനിമ നിലനിർത്തുന്നതിന് വേണ്ടി മുസ്ലിം സമുദായങ്ങളുടെയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും ജനസംഖ്യാ വർധന അത് കേരള തനിമ ഇല്ലാതാക്കും എന്ന നിലയിൽ വലിയ പ്രചാരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ആ ജനസംഖ്യാ വർധനവ് എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ എണ്ണക്കൂടുതൽ കൊണ്ട് ഇടപെട്ട് ഒരു ജമ്മു കാശ്മീരാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ എന്ന് BJP വിലയിരുത്തുകയും അതനുസരിച്ച് ക്യാമ്പയിൻ ചെയ്യാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. ഒരു പക്ഷേ ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും പ്രചാരണങ്ങൾ ഏതാണ്ട് ഒരേ സ്വഭാവത്തോടു കൂടി മാറുന്ന പ്രത്യേക സാഹചര്യം. ഇതിനെങ്ങനെയാണ് മുസ്ലിം സമുദായം വിലയിരുത്തുന്നത്? ഒരേ അവസരത്തിൽ നിരന്തരമായ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്നതും അതേ അവസരത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതുമായ വ്യാജ പ്രചരണം എന്നാണ് ഇതിനെപ്പറ്റി ഒറ്റ വാക്കിൽ പറയേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, കേരളം ജമ്മു കാശ്മീർ ആവുന്നു. ജമ്മു കാശ്മീർ എന്താ കുഴപ്പം? ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് 1000 വട്ടം ദിവസേന വിളിച്ചു പോകുന്ന നമ്മൾ ജമ്മു കാശ്മീർ എന്തോ അപകടം സംഭവിക്കുന്നു ആഗ്രഹമൊന്നുമല്ലോ. ജമ്മു കാശ്മീർ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെയും പോലെ ഒരു സംസ്ഥാനമാണ്. അവിടെ മതേതരമാണ് നിലയ്ക്കുന്നത്. അവിടെ മതരാഷ്ട്രമല്ല, അതുപോലെയുള്ള മതത്തിന് ഒന്നുമല്ല. അവിടെ ഒരു വികട പ്രസ്ഥാനമുണ്ട്, അത് ശരിയാ. അവർ പോലും ബാധിക്കുന്നത് സ്വതന്ത്ര കാശ്മീരിന് വേണ്ടിയേ.
അപ്പോൾ അതിനെ ഒരു മഹാ അപകടമായി ചിത്രീകരിക്കുന്നത് തന്നെ വാസ്തവത്തിൽ ദേശവിരുദ്ധമാണ്. രണ്ടാമത്, കേരളത്തിലെ സ്വാഭാവികമായ ജനസംഖ്യാ വർധനമുണ്ട് എന്നല്ലാതെ കഴിഞ്ഞ സെൻസസ് വ്യക്തമാക്കി കാണിച്ച പോലെ മുസ്ലിം ജനസംഖ്യാ പെരുപ്പവും ആനുപാതികമായി കുറഞ്ഞു വരികയാണ്. കൂടുതലല്ല, ആനുപാതികമായി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷമാണ്. അപ്പൊ അവിടെ ആനുപാതികമായിട്ട് സ്വല്പം വർദ്ധിക്കുന്നത് മുസ്ലിം ജനസംഖ്യ ആയിരിക്കും എന്നതുകൊണ്ട് കേരളമാകെ മുസ്ലിമാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമല്ല, തിരുവരക്കാരെ കൊണ്ട് തെളിയിക്കാൻ കഴിയുന്നതുമല്ല. മൂന്നാമത്തെ കാര്യം, ഈ ഒരു ഭീതി വളർത്തൽ, അതായത് ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ കൂടി വരുന്നു, അതുകൊണ്ട് ഇന്ത്യ അല്ലാതാവാൻ പോകുന്നു എന്ന് പറയുന്നത് ആശയപരമായ പാപരത്വം കാണിക്കാനിരിക്കുന്നു. ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി തുടരുന്നിടത്തോളം കാലം ഇവിടെ ആരുടെയെങ്കിലും എണ്ണം വർദ്ധിച്ചാലോ അല്ലെങ്കിൽ കുറഞ്ഞാലോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മുസ്ലിം രാജ്യമായ ബംഗ്ലാദേശ് 100% മതേതരമല്ലേ? അവിടെ മതാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെ നിരോധിച്ചിരിക്കുകയല്ലേ? അതാണ് ഇത് ഹസീന വാജിദിന്റെ ഗവൺമെന്റ്. പേരില് ഒരു മുസ്ലിം ഭൂരിപക്ഷമോ ഹിന്ദു ഭൂരിപക്ഷമോ ഉണ്ടാവുന്നു എന്നല്ല പ്രശ്നം. മതേതരത്തെ ശക്തമായി നടപ്പാക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ നടപ്പാവും, ഇന്ത്യയിലും അത് നടപ്പാവും. നേരെ മറിച്ച് സമുദായങ്ങളെ വർഗീയമായി ധ്രുവീകരിച്ചുകൊണ്ട് കണക്കുകൾ നിരത്തിക്കൊണ്ടുള്ള ഈ പരിപാടിയിലല്ലോ, അത് തീർച്ചയായും ഇന്ത്യയുടെ നിലനിൽപ്പിനെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഇടതുപക്ഷം മനസ്സിലാക്കാതെ പോകുന്നുവെങ്കിൽ അവരുടെ തകർച്ചക്കാണ് അത് വഴിയൊരുക്കുക. നേരെ മറിച്ച് ഇതിനെ ആ രീതിയിലല്ലാതെ മതേതരത്വത്തിന്റെ ഭൂമിയിൽ കൊണ്ട് വിലയിരുത്തിയാൽ ഭൂരിപക്ഷമല്ല ഇവിടെയുള്ള പ്രശ്നമെന്നും ഇന്ത്യക്കായ എല്ലാ മനുഷ്യരും നേരിടുന്ന പ്രശ്നം ഇവിടെ വികസനത്തിന്റെയും ദാരിദ്ര്യത്തിനുമാണെന്ന് കണ്ടെത്താൻ കഴിയും. അവിടെയാണ് അവർക്ക് പ്രവർത്തിക്കാനുള്ളൂ. ദയവായി തുടരുക. ശ്രീ PC തോമസ്, താങ്കൾ NDAയുടെ ഭാഗമായിരുന്നു. അതിനുശേഷം താങ്കൾ NDA വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായി. ഇന്നിപ്പോൾ BJP ഘടകം താങ്കളെ NDAയിൽ ഉൾപ്പെടുത്താൻ വീണ്ടും തീരുമാനിച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ ജനസംഖ്യ വർദ്ധിക്കുന്നത്, മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നത് അത് കേരളത്തിന് ദോഷകരമാണ് എന്ന് വിലയിരുത്തുന്ന BJP, അവിടെ ഏതാണ്ട് റബ്ബർ കർഷകരുടെ പേരിലാണെങ്കിലും എന്താണെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പേരെടുത്ത കേരള കോൺഗ്രസ്, ആ കേരള കോൺഗ്രസിൽ ഒരു വിഭാഗത്തിൻ്റെ നേതാവായിരിക്കുന്ന താങ്കൾ NDAയിൽ വരിക, പിന്നെ ഇടതുപക്ഷത്ത് പ്രവർത്തിക്കുക, വീണ്ടും NDAയിലേക്ക് പോകുക, അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ആൾരൂപമാണോ താങ്കൾ? കേരള കോൺഗ്രസ് പാർട്ടി, കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ഒരു കാരണവുമില്ലാതെ എന്നെ പുറത്താക്കി എന്നുള്ളത് ശരിയാണ്. അങ്ങനെ പുറത്താക്കിയപ്പോൾ ഞങ്ങളൊരു പ്രത്യേക ഫോറം ഉണ്ടാക്കി. ആ ഫോറം ഉണ്ടാക്കി നിന്നപ്പോൾ ഞങ്ങൾ അന്നത്തെ ഗവൺമെൻറ്റിനെ പിന്താങ്ങി എന്നുള്ളതും സത്യമാണ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു തീരുമാനമെടുത്തത് ഞങ്ങൾ കേരള കോൺഗ്രസിലേക്ക് തന്നെ പോകാനായിട്ടാണ്. അത് NDA നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം കേരള കോൺഗ്രസിൽ നിന്ന് വന്ന ഒരു പാർട്ടി പ്രത്യേകമായ ചില സാഹചര്യത്തിൽ IFDP എന്ന പേരിൽ മറ്റ് സംസ്ഥാനത്തുണ്ടായിരുന്ന MP-മാരൊക്കെ അവരവരുടെ സാഹചര്യം അനുസരിച്ച് വ്യത്യസ്തമായ ശ്രീ PC തോമസ്, അവിടെ താങ്കൾ വ്യക്തത വരുത്തേണ്ട ഒന്നുണ്ട്. താങ്കൾ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ആ പ്രത്യേക സാഹചര്യത്തിൽ താങ്കൾ IFDP വഴി ഇതിലേക്കെത്തുന്നു, NDAയിലേക്ക് എത്തുന്നു. പിന്നീട് താങ്കൾ NDA വിട്ട് ഇടതുപക്ഷത്തിലേക്ക് തിരിച്ചു പോകുന്നത് BJPയുടെ അനുവാദത്തോടെയും ആശീർവാദത്തോടെയുമാണ്. അങ്ങനെയാണോ? അതൊന്ന് വ്യക്തമാക്കണം. ഇടതുപക്ഷത്തേക്ക് തിരിച്ചു പോവുകയല്ല, ഞങ്ങൾ ഇടതുപക്ഷത്തെ ആയിരുന്നില്ല. ഞങ്ങൾ പോയത് കേരള കോൺഗ്രസിലേക്കാണ്. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഞാൻ കേരള കോൺഗ്രസിലേക്ക് പോയി. കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ശ്രീ PJ ജോസഫ് ആയിരുന്നു. ശ്രീ PJ ജോസഫ് ഞങ്ങളെ വിട്ട് പിന്നെ പോയി എന്നുള്ളത് ശരിയാണ്. അതല്ലാതെ ഞങ്ങൾ ഇടതുപക്ഷത്തേക്ക് പോകാനായിട്ട് വേറൊരു തീരുമാനമെടുത്ത് പോയതല്ല. താങ്കൾ ഇപ്പോൾ NDAയുടെ ഭാഗമാക്കി BJP കാണുന്നു, അതിൽ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് എത്രത്തോളം BJPയുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? ഇപ്പോൾ താങ്കളുടെ ചെറു ഗ്രൂപ്പ് മാത്രമല്ല, വിശാലമായ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് എം ഉണ്ട്, അതിൽ തന്നെ PJ ജോസഫ് ഉണ്ട്, PC ജോർജ് ഉണ്ട്. ഒരു സഖ്യകക്ഷിയായി കേരളത്തിൽ കാര്യം ക്രൈസ്തവർ എണ്ണം കൂടുന്നു, ന്യൂനപക്ഷം വർദ്ധിക്കുന്നു എന്നെല്ലാം പറയുകയാണെങ്കിലും ഒരു സഖ്യശക്തിയായി BJPയുടെ സഖ്യശക്തിയായി കേരള കോൺഗ്രസ് മാറാനുള്ള സാധ്യത എത്രത്തോളം? താങ്കൾ എന്ന വ്യക്തിക്കപ്പുറം അതിൽ ഉൾപ്പെടുന്ന, ആ പേരുൾപ്പെടുന്ന വിവിധ പാർട്ടികൾ. കേരള കോൺഗ്രസ് ഒരു കർഷക പാർട്ടിയാണ്, പ്രത്യേകിച്ചൊരു മതവിഭാഗത്തിൻ്റെ പാർട്ടിയല്ല. പക്ഷേ കർഷക പാർട്ടി എന്നുള്ള നിലയ്ക്ക് കാർഷിക രംഗത്തേക്ക് വേണ്ടി ഞങ്ങൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാർഷിക ബഡ്ജറ്റ്, റെയിൽവേക്ക് പ്രത്യേക ബഡ്ജറ്റ് ഉള്ളതുപോലെ കൃഷിക്ക് തന്നെ പ്രത്യേക ബഡ്ജറ്റ് വേണം.
അത് BJP അംഗീകരിക്കാനായിട്ട് ഇവിടുത്തെ സ്റ്റേറ്റ് യൂണിറ്റ് തയ്യാറായി, അത് സെൻട്രലിലേക്ക് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട്. റബ്ബറിൻ്റെ കാര്യത്തിൽ വളരെ വലിയ ഹീനമായ രീതിയിൽ വിലയിടിക്കാനായിട്ട് UPA ഗവൺമെൻറ് ഇറക്കുമതി ചുങ്കം 20% നിന്ന് 7% കുറച്ചു. ഇഷ്ടം പോലെ ഇറക്കുമതി ചെയ്തു. അതിനൊരു മാറ്റമുണ്ടാക്കിക്കൊണ്ട് ഈ 20% 25% കൂട്ടിയത് ഈ ദേശീയ വ്യക്തമാണ്. ശ്രീ PC തോമസ് മറച്ചുവെച്ച് പറയുന്നതാണെങ്കിലും റബ്ബറിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കർഷകരുടെ കാര്യത്തിൽ എല്ലാം തന്നെ ചില അനുകൂല തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിൽ ഉണ്ടാകും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതാണ് അവരുടെ BJPയുമായുള്ള സഹകരണത്തിൻ്റെ കാരണം എന്ന് പറയുന്നു. പക്ഷെ താങ്കൾ ആദ്യം പറഞ്ഞു വരും തെരഞ്ഞെടുപ്പ് അപകടകരമാണ്, ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിഫലനം കേരളത്തിൽ ഉണ്ടായേക്കാം, അവിടെ ഇടതുപക്ഷം അല്ലെങ്കിൽ അതിനെ അപ്രസക്തമാക്കിക്കൊണ്ട് BJP വളർന്നു വന്നേക്കാം എന്ന ഒരു ആശങ്ക താങ്കൾ പങ്കുവെക്കുകയുണ്ടായി. ന്യൂനപക്ഷം എന്നെല്ലാം പൊതുവിൽ പറഞ്ഞെങ്കിലും ഈ കേരള കോൺഗ്രസിൽ നിന്നെല്ലാം ആളെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എത്രത്തോളം അപകടകരമാണ് കേരള രാഷ്ട്രീയത്തിലെ ഈ സാമുദായിക ബലാബലത്തിൽ വരുന്ന മാറ്റങ്ങൾ? അല്ല, അത് വളരെ ഭയാനകമായ ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യമാണ്. മതേതര ശക്തികളാണ് അതുകൊണ്ട് ക്ഷയിക്കാൻ പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയവുമായി ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇതുവരെ ഒരു മതേതരത്വത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ് പ്രവർത്തിച്ചവരാണ്, അല്ലെങ്കിൽ മതേതരത്വത്തിൻ്റെ പക്ഷത്ത് നിലയുറപ്പിച്ചവരാണെന്ന് പറയേണ്ടി വരും. ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിച്ചാൽ 1-2 തവണ ഇടതുപക്ഷക്കാരെല്ലാം ചേർന്ന് കോൺഗ്രസ് വിരോധം കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെയും ജനസംഘത്തെയും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. VP സിംഗ് മന്ത്രിസഭയെ സഹായിച്ചിട്ടുണ്ട്. ജയപ്രകാശ് നാരായണൻ്റെ പ്രക്ഷോഭത്തെ സഹായിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയോടും കോൺഗ്രസിനോടുമുള്ള ശക്തമായ വിരോധം കൊണ്ടും ശത്രുവാരാണ് മിത്രമാരാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടും പലപ്പോഴും അവർ ഇന്ത്യയിലെ ഹൈന്ദവ വർഗീയ ഫാഷിസ്റ്റുകളെ വളർത്തുന്നതിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഇടതുപക്ഷം പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് നിർഭാഗ്യകരമാണ്. എന്നാൽ ആ പങ്ക് മാറ്റിവെച്ചാൽ പൊതുവെ അവർ ഒരു മതേതര പക്ഷത്ത് നിലനിൽക്കുന്ന പ്രസ്ഥാനമാണെന്ന് പറയേണ്ടി വരും. ഈ കേരളത്തിൽ പുതുതായിട്ട് വളർന്നു വരുന്ന ഒരു ഭൗതിക രാഷ്ട്രീയ സാഹചര്യമെന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും അതിൻ്റെ പരിമിതമായ സഖ്യകക്ഷികളും, ഇവിടെ വലിയ സഖ്യകക്ഷികളൊന്നുമില്ല. PC തോമസ് എൻ്റെ സ്നേഹിതൻ, അദ്ദേഹം ഒരു രാഷ്ട്രീയ അസ്തിത്വത്തിന് വേണ്ടി റബ്ബറിൻ്റെ പേരിൽ നിലനിൽക്കുന്നു എന്നല്ലാതെ റബ്ബറും കൃഷിയൊന്നുമായിട്ടൊരു ബന്ധമില്ല. തൽക്കാലം അദ്ദേഹത്തിന് വേറെ ഒരു സ്ഥലത്തും ഒരു സാധ്യത ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിനെ ഒരു പാർട്ടിയായി നിലനിൽക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു NDA എന്ന് മാത്രമേ ഉള്ളൂ. അത് അതിനപ്പുറം വലിയ വളർച്ചയും വികാസമൊന്നും പ്രാപിക്കില്ല. എന്തായാലും ഇവിടെ വളരെ ഉത്കണ്ഠാജനകമായൊരു സാഹചര്യം UDF LDF എന്നത് മാറി, അത് മാറണമെന്നാണ് BJP ആഗ്രഹിക്കുന്നത്. അവരുടെ രാഷ്ട്രീയം ഏതാണ്ട് വിജയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ ആ BJP രാഷ്ട്രീയത്തെ സഹായിക്കുന്ന തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങളും വീഴ്ചകളുമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സൈദ്ധാന്തിക മൂർച്ചയുള്ള കാര്യങ്ങളില്ല, സംഘടനാപരമായിട്ടുള്ള ബലം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നല്ല ഒന്നാന്തരം സൈദ്ധാന്തികന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ അഭാവം, ജനകീയ അംഗീകാരമുള്ള ആളുകളുടെ അഭാവം, പാർട്ടിക്കകത്ത് തന്നെ വരുന്ന സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കാരണം ഇടതുപക്ഷം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയും അവർ നിർഭാഗ്യവശാൽ അറിവ് കേടുകൊണ്ട് BJPയെ പരോക്ഷമായി സഹായിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും മുഖ്യ ശത്രുവായി കോൺഗ്രസിനെ കാണുകയും ചെയ്യുന്ന ഒരു നിർഭാഗ്യകരമായ സാഹചര്യം കേരളത്തിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കേരള സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ജനപക്ഷത്ത് നിന്നുകൊണ്ടാണ് ഇവരൊക്കെ സംസാരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ഈ ഇന്ത്യ എല്ലാ വിഭാഗം ആളുകളുടെയും രാജ്യമാണ്. വൈവിധ്യമാർന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഈ ഇന്ത്യ, അങ്ങനെ എല്ലാ വിഭാഗം ആളുകളുടെയും സംസ്കാരങ്ങളുടെയും കേളി നിലമായിട്ടുള്ള ഇന്ത്യ. ഇവിടെ ഏത് സമുദായത്തിൽപ്പെട്ടവർ എണ്ണം കൂടിയാലെന്ത് കുറഞ്ഞാലെന്ത്, എല്ലാം ഇന്ത്യക്കാരാണ്. മതേതരത്വം, ഇവിടെ നേരത്തെ അബ്ദുറഹ്മാൻ പറഞ്ഞതുപോലെ മതേതരമാണ് ഇന്ത്യയുടെ ഭരണഘടന. ആ മതേതരത്വം നടപ്പിലാക്കുവാനും ജനങ്ങളുടെ വിദ്യാഭ്യാസം, ചികിത്സ, വീട് തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭരിക്കാനും ശ്രമിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല. ശ്രീ അബ്ദുറഹ്മാൻ, കേരളത്തിലെ രാഷ്ട്രീയം മാറുന്നു. ഇപ്പോൾ PC തോമസിനെ ഇടതുമുന്നണിയിൽ എടുക്കുന്നതിനെ അന്ന് VS അച്യുതാനന്ദൻ എതിർത്തിരുന്നു. ഈ BJP ബന്ധമുള്ള ഒരാൾ തിരിച്ചു വരുന്നത് ശരിയല്ല, സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കുന്നത് ശരിയല്ല എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അതിൽ ഉൾപ്പെട്ടു. പിന്നീട് ഇപ്പോൾ വീണ്ടും NDAയിൽ എത്തപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ചെറിയ ഉദാഹരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ, കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് CPIM, CPI തുടങ്ങിയ ഇടതുപക്ഷ പാർട്ടികളാണ്. എന്നിട്ടും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഇടതുപക്ഷത്തോട് ഒരു അകൽച്ച നിലനിൽക്കുന്നു. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ കോൺഗ്രസിനൊപ്പം ചേരുന്നു. മുസ്ലിം ലീഗ് ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട് എന്ന കാര്യങ്ങളെല്ലാം പറയാമെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ ഈ നിലപാട്
LDFിൻ്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങൾ അടുക്കുന്നില്ല, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ എടുക്കുന്ന തീരുമാനം വഴി ഭൂരിപക്ഷ സമുദായം ഒരു പ്രത്യേക ഘട്ടത്തിൽ BJPയിലേക്ക് ഒഴുകുന്നു. ഇതൊരു പ്രതിസന്ധി ഇടതുപക്ഷത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്, അവ്യക്തതകളുണ്ട്. അതാണ് കാനം രാജേന്ദ്രൻ്റെ പ്രസ്താവനയിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ന്യൂനപക്ഷങ്ങളും ചില തിരുത്തലുകൾ ദീർഘകാല രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വരുത്തേണ്ടതില്ലേ? ഇവിടെയാണ് പ്രശ്നം. അതായത് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിച്ച ശേഷം വളരെ ആസൂത്രിതമായി സ്വീകരിക്കപ്പെടേണ്ടതാണ് നയങ്ങൾ എന്നൊക്കെ പറയുന്നു. താൽക്കാലികമായ വികാര വിക്ഷോഭങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഉപരിപ്ലവമായ വിലയിരുത്തൽ കൊണ്ടോ എത്തിച്ചേരേണ്ട നയപരിപാടികൾ ആവരുത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ പൂർണ്ണമായി വിശ്വസിച്ച് അതിന്റെ കൂടെ നിന്നവരാണ് ബംഗാളിലെ മുസ്ലിങ്ങൾ. 3 പതിറ്റാണ്ട് കാലം അവരോടൊപ്പമായിരുന്നു. ആർക്കാ സംശയം? ആ ന്യൂനപക്ഷം CPMൽ നിന്ന് മാറി ചിന്തിച്ചത് വർഗീയ അടിസ്ഥാനത്തിലല്ല. അവരുടെ പ്രശ്നങ്ങൾ പ്രാഥമികമായ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ശുദ്ധ പരാജയമാണ് ഇടതുപക്ഷ ഗവൺമെന്റുകൾ എന്നും മനസ്സിലായപ്പോഴാണ് ബോധ്യപ്പെട്ടപ്പോഴാണ് അവർ മാറി ചിന്തിച്ചതും തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ്. ഇതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ സാമുദായികമായി ചിന്തിച്ചതുകൊണ്ടല്ല ഇടതുപക്ഷത്തിനെതിരെ നിൽക്കുന്നുവെന്ന് തോന്നുന്നത്. ഇടതുപക്ഷത്തിൽ ഒരു വിഭാഗം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, അവരിപ്പോൾ ഉണ്ട്. അതേ അവസരത്തിൽ ബാക്കി സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് വ്യക്തമായ ഒരു നയമുണ്ടോ? ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ചും കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചും അവർക്ക് വ്യക്തമായ അജണ്ടയുണ്ടോ? അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളായാലും ഭൂരിപക്ഷങ്ങളായാലും ശരി, അവിടെ ഈ തത്വം നിലനിർത്തതിനെ കുറിച്ച് ഈ പാർട്ടികളുടെ നിലപാട് എന്താണ് എന്നൊക്കെ അവർ ആലോചിക്കില്ലേ? ഈ ആലോചിക്കുന്നിടത്ത് തൃപ്തികരമായ ഒരു മറുപടി കിട്ടാതിരിക്കുമ്പോൾ അവർ മാറി ചിന്തിക്കുന്നു. ഇതിന് അവർ ആകെപ്പാടെ ഇടതുപക്ഷത്തെ കൈയൊഴിച്ചു എന്ന് അർത്ഥം വരുന്നില്ല. അതേ അവസരത്തിൽ ഇടതുപക്ഷം അതിന്റെ പേരിൽ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ പോയാൽ എന്താ സംഭവിക്കുക? ഒന്നും ഉണ്ടാവില്ല. അതായത് ഇവിടെയും ഉണ്ടാവില്ല, അവിടെയും ഉണ്ടാവില്ല. വളരെ സുചിന്തിതമായിട്ട് ഇടതുപക്ഷം പുനഃപരിശോധിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള പ്രവണതകളെ. തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ ഭൂമിക എന്ന് പറയുന്നത് മതേതര ജനാധിപത്യ സോഷ്യലിസം എന്നുള്ളതാണ്. അവരത് പ്രഖ്യാപിച്ചത്. അതിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള സമീപനങ്ങൾ അവർ സ്വീകരിക്കുകയാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾ അവരെ കൈവിടുന്ന പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ വ്യക്തമാണ്. ശ്രീ ഒ. അബ്ദുറഹ്മാൻ, ശ്രീ KN ഖാദർ, ശ്രീ PC തോമസ്, ശ്രീ VV രാജേഷ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ഇടതുപക്ഷത്തിൻ്റെ ഭൂമികയിലേക്ക് ന്യൂനപക്ഷവും ഭൂരിപക്ഷവും എങ്ങനെ അടുത്തുവരും എന്ന കാര്യം ഒരു പ്രതിസന്ധിയായി തുടരുമ്പോഴും പുതിയ സാഹചര്യം ഉപയോഗപ്പെടുത്താൻ BJP സജീവമായി കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു അല്ലെങ്കിൽ ഇടപെടാൻ ഒരുങ്ങുന്നു എന്നാണ് ഇന്ന് അവരുടെ തീരുമാനം വ്യക്തമാക്കുന്നത്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.